ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ കമ്മിങ് സൂൺ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആനന്ദും അഖിലാണ്ടേശ്വരിയും പരസ്പരം വ്യവസ്ഥകൾ അംഗീകരിച്ച് കല്യാണി ഇപ്പോൾ പ്രോജക്റ്റ് അവതരിപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. രവിവർമ്മന്റെ മുൻപിൽ വളരെ മനോഹരമായ പ്രോജക്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി. എന്നാൽ ഗംഗയും അവിടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായി എത്തുന്നുണ്ട്. പക്ഷേ അതിൽ അരവിന്ദ് ഒന്നും പേടിക്കുന്നില്ല. പക്ഷെ ആനന്ദിന് ചെറിയ സംശയമുണ്ട്. കാരണം ഗംഗയ്ക്ക് പ്രോജക്റ്റ് അവതരിപ്പിച്ച് നല്ല ശീലമൊക്കെ ഉണ്ട്. പക്ഷേ കല്യാണിക്കോ അതില്ല. അവിടെ സംശയിച്ചു നിൽക്കുകയാണ് ആനന്ദ്. എന്നാൽ ഇവിടെ അരവിന്ദ് ആനന്ദിന് ധൈര്യം പകരുകയാണ്. വളരെ മനോഹരമായ പ്രോജക്റ്റ് അവതരിപ്പിച്ച ശേഷം കല്യാണിയും എല്ലാവരും വെളിയിൽ നിൽക്കുകയാണ്. ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടുമോ എന്ന സംശയത്തിലാണ് ആനന്ദ്. പക്ഷെ അരവിന്ദ് നല്ല കൂളായി തന്നെ നിൽക്കുകയാണ്. ആനന്ദിനെ പോലെ അതേ ടെൻഷനിൽ തന്നെയാണ് കല്യാണിയും നിൽക്കുന്നത്. അന്നേരം ആനന്ദിന്റെയും കല്യാണി അടുക്കലേക്ക് അരവിന്ദ് ഓടി വരികയാണ്. അരവിന്ദ് പറയുകയാണ്, അതെ, ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. ഇത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് കല്യാണിക്കുണ്ടായത്. അതേപോലെ സന്തോഷത്താൽ നിൽക്കുകയാണ് ആനന്ദും. ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ കമ്പനിയുടെ 2500 കോടി രൂപയുടെ പ്രോജക്റ്റ് തന്റെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കിട്ടിയതിൽ വളരെയേറെ സന്തോഷം നിൽക്കുകയാണ് ആനന്ദ്. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ കല്യാണി ആനന്ദിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, വലിയ കുഞ്ഞെ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതീവ സന്തോഷത്താൽ ചിരിച്ച് കല്യാണിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ആനന്ദ്. അന്നേരം അവരുടെ അടുക്കലേക്ക് രവിവർമ്മൻ എത്തുകയാണ്. പ്രോജക്റ്റ് അവതരിപ്പിച്ച് വിജയിച്ച കല്യാണിയെ അഭിനന്ദിക്കുകയാണ് രവിവർമ്മൻ. രവിവർമ്മനുമായി സംസാരിച്ച ശേഷം ആനന്ദും അരവിന്ദും കല്യാണിയും കൂടി തൃച്ചംബരത്തേക്ക് എത്തുകയാണ്. അഖിലെ ഈ സന്തോഷ വാർത്ത എത്തിക്കാനാണ് അവരെല്ലാവരും കൂടി എത്തുന്നത്. പക്ഷേ തൃച്ചംബരത്ത് എത്തിയ അഖിലയുടെ ഭാവം കണ്ടപ്പോഴേക്കും അവരുടെ സന്തോഷമൊക്കെ മാറി മറിയുകയാണ്. അഖിലയുടെ കോപം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കല്യാണി. കല്യാണിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അഖില പറയുകയാണ്, ധിക്കാരം കാണിക്കുന്നതിനും ഒരു അതിരൊക്കെ ഉണ്ട്. എന്തിനാണ് അഖില മാഡം തന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്നറിയാതെ അന്തിച്ചു നിൽക്കുകയാണ് കല്യാണി. ഈ പ്രോജക്റ്റ് വിജയിച്ചു വന്നാൽ തന്നെ മൂത്ത മരുമകളാക്കാം എന്നാണ് അഖില മാഡം പറഞ്ഞത്. പക്ഷേ പ്രോജക്റ്റ് വിജയിച്ചു വന്നതിന് ശേഷവും തന്നോട് ഇത്രയും മോശമായും ദേഷ്യത്തോടു കൂടിയും പെരുമാറുന്നത് എന്തിനാണെന്നറിയാതെ നിൽക്കുകയാണ് കല്യാണി. നിറകണ്ണുകളോടെ അഖിലയെ തന്നെ നോക്കി നിൽക്കുകയാണ് കല്യാണി. ഇത് കാണുമ്പോൾ ആനന്ദിന് വിഷമമാകുന്നുണ്ട്. അഖില പറഞ്ഞ പരീക്ഷണം വിജയിച്ചു വന്ന കല്യാണിയെ മൂത്ത മരുമകളാക്കുമോ എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്